സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ വേണം. ഒരു 2 kg ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. ഇനി നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുക. അതും ഒരു ആവശ്യത്തിനൊരു 2 ടീസ്പൂണൊക്കെ. ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം. മസാലയൊക്കെ നന്നായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 an hour എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. നമ്മളിവിടെ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ജീരകശാല റൈസ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. 4 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 6 പേരുണ്ട്. നമുക്ക് ഒരു 4 ഗ്ലാസ് റൈസ്. ഓക്കെ. ഹായ്, എന്താ ഇവിടെ പരിപാടി? അരി കഴുകുവാണ്. ഒരാളിവിടെ അരി കഴുകുന്നു. ഇഞ്ചി നന്നാക്കുന്നു. ഇവിടെ ഒരാള് എന്താ പരിപാടി നോക്കാം. ദിവ്യ, ഓ മൈ ഗോഡ്, കരഞ്ഞിട്ട് നോക്കടാ. കഴിയാനായോ? ഇപ്പൊ കഴിയും. ഇപ്പം നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് കൃഷി ചെറുതാക്കാം. നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ സവോളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സവോള, തക്കാളി, പിന്നെന്താ മല്ലിയില എല്ലാം നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പയ്യെ കട്ട് ചെയ്യാണ്. ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സവാള ഉണ്ട് ചിക്കന് റൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് അവസാനം ഗാർണിഷ് ചെയ്യാൻ ഫ്രൈ ചെയ്യാനുള്ള സവാളയാണ്. പിന്നെ ഇത് സ്പൈസസ്. ഈ സ്പൈസസിന് നമ്മൾ പ്രത്യേകമായിട്ടും ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ്. കുറച്ച് കുരുമുളക്, ഗ്രാമ്പൂ, തക്കോലം, ഒരു 2 പീസ് ഏലക്ക, കറുവപ്പട്ട, പിന്നെ നമ്മുടെ ഇത് ഞങ്ങൾ 2 ബദാമും പിന്നെ കാഷ്യൂ, മുന്തിരി, സ്പൈസും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ പുതിന, മല്ലിയില ഇത്രയും മതി. ഇത് നമ്മൾ റൈസിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാൽഡ ആദ്യം ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന അത്ര പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക, ഇത് കണ്ടോളുക. പിന്നെ ജസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇടുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒത്തിരി കരിയാൻ വെക്കരുത്. കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മൾ നമ്മുടെ റൈസിലേക്ക് വേണ്ടുന്ന കാഷ്നട്ടും കിസ്മിസും ബദാമും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവോള വാട്ടിയെടുക്കുന്നത്. കുറച്ച് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ റൈസ് സെറ്റായി വന്നപ്പോഴത്തേനും നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ടു. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവാട്ട് വെള്ളം. നമ്മുടെ ഇവിടെ ഉള്ളി വാടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ചിക്കനിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളൊരു അരമണിക്കൂറോളം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ തേച്ചിട്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് സെയിം നമ്മൾ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള എണ്ണയിലേക്ക് തന്നെയാണ് ഇടുന്നത്. വേറെ എണ്ണയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ചിക്കനുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ എല്ലാവരുടെയും പാകത്തിനാണ് ഒഴിക്കേണ്ടത്. കാരണം നമ്മൾ ഡയറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ
എണ്ണയൊക്കെ അതിനനുസരിച്ച് കുറവെടുത്താൽ മതി. കുറച്ച് സവോള നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കുന്നതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചതും അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിട്ടുള്ള ഒരു പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ ആ ഒരു മിക്സും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ബിരിയാണി മസാലയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബിരിയാണി മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ആ മസാലയൊക്കെ ഒന്നിലേക്ക് സെറ്റായിട്ട് വരുന്നവരെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കെടുത്ത് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 1-2 സ്പൂൺ തൈര് ആണ് ഒഴിക്കുന്നത്. പുളി ഉള്ളതാണെങ്കിൽ 2 സ്പൂണൊക്കെ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ പുളി അനുസരിച്ച് ഒരു 2 സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നാരങ്ങാനീരാണെങ്കിൽ ആഡ് ചെയ്താൽ മതി. ശേഷം നല്ലോണം അടി ചേർത്ത് ഇളക്കി എടുക്കണം. മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കാൻ. ഒരല്പം ഗരം മസാല, 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഉപ്പെല്ലാം പാകത്തിന് നോക്കണം. ഉപ്പൊന്ന് രണ്ടാമത് നോക്കി നമ്മൾ ഇടണം. കാരണം ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനിയിപ്പോൾ ഇവിടെ ദം ഇടാൻ പോവാണ്. ചിക്കനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റൈസും സെപ്പറേറ്റാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ ദം ഇടാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് നന്നായിട്ട് പാത്രത്തിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയതാട്ടോ. നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കളർ ചേർക്കേണ്ടവർക്ക് കളർ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ എസൻസ് ചേർക്കുന്നവരുണ്ട്. എസൻസ് വേണമെങ്കിൽ ഓപ്ഷണലാണ്. നമ്മളിതൊന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫസ്റ്റ് നമ്മൾ റൈസ് ഇട്ടു, ചിക്കൻ ഇടുന്നു, പിന്നെ അതിൻ്റെ മുകളിൽ റൈസ്. നന്നായിട്ട് നമുക്ക് ദമ്മിടാം. നമ്മളിപ്പോൾ നെക്സ്റ്റ് ലെയർ ചിക്കൻ വെച്ചു. ചിക്കനൊക്കെ കണ്ടോ നല്ല ഗ്രേവിയൊക്കെ പാകത്തിന്. ഇനി നമ്മൾ മിക്സാക്കി വരുമ്പോഴത്തേനും കറക്റ്റായിരിക്കും. അപ്പം കുറച്ച് ഗ്രേവിയോടെ നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. റൈസാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താക്കാം, ദമ്മിടാം. ദമ്മിടുമ്പോൾ നമ്മൾ നല്ലതായിട്ട് എയർ പുറത്ത് പോവാത്ത രീതിയിൽ വേണം ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് ഒന്നെങ്കിൽ നല്ല വെയിറ്റ് കൊടുക്കുക. ഇപ്പം സാധാരണ അടുപ്പിലൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കനലെടുത്ത് മുകളിൽ വെച്ചാൽ മതി. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്തത്. അപ്പം നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും. നമ്മളിപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് ഷോട്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം.